നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 10ലും 11ലും 12ലും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നേരെ കണ്ടുപിടിക്കാൻ അറിയില്ല. അതുകൊണ്ട് എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഒരു നിങ്ങൾക്ക് പരിചിതമായ സ്ക്വയർ റൂട്ട് എത്ര എന്നറിയാവുന്നുള്ള നമ്പറിൽ തന്നെ ഞാൻ തുടങ്ങാം. നിങ്ങൾക്കെല്ലാം അറിയാം, 64ൻ്റെ റൂട്ട് 8 അല്ലേ? സാധാരണ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ? 64 അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഒക്കുമെങ്കിൽ 2 കൊണ്ട്, 2 കൊണ്ട് ഒക്കൂല്ലെങ്കിൽ 3 കൊണ്ട്, 3 കൊണ്ട് ഒക്കൂല്ലെങ്കിൽ 5 കൊണ്ട്, 5 കൊണ്ട് ഒക്കൂല്ലെങ്കിൽ 7 കൊണ്ട് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യും. ഇതാ വീണ്ടും ചെയ്യുന്നു. 2 കൊണ്ട് 16, 8, 4, 2, ഇവിടെ 2 വരുന്നു. ഇങ്ങനെ 1 കിട്ടുന്നവരെ നമ്മൾ ചെയ്യുന്നു അല്ലേ? എന്നിട്ട് ഒരേ നമ്പർ 2 പ്രാവശ്യം ആവർത്തിക്കുന്നതിന്, ഒരേ നമ്പർ 2 പ്രാവശ്യം ആവർത്തിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു, ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു, എന്നിട്ട് ഇവരെ ഗുണിച്ചു. 2 ഗുണം, അപ്പം 64ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യുന്നു. 2, 2, 2 3 പ്രാവശ്യം വന്നു. 2 ഗുണം 2 ഗുണം 2, 2 ഗുണം 2 4, 4 ഗുണം 2 8. നമുക്ക് നിങ്ങൾക്കറിയാവുന്നുള്ള സ്ക്വയർ റൂട്ടിൽ തന്നെ എത്തി. പക്ഷെ ഈ മെത്തേഡ് എളുപ്പമുള്ള മെത്തേഡാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മെത്തേഡാണ്, പക്ഷെ ഇതെപ്പോഴും വർക്കൗട്ട് ചെയ്യുമോ? ഉദാഹരണത്തിന് ഞാൻ 30 എന്ന നമ്പറിനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 2, 15. ഇനി 2 കൊണ്ട് ഒക്കൂല, അപ്പം 3 കൊണ്ട്, അപ്പം 5 പ്രാവശ്യം. ഇനി 3 കൊണ്ട് ഒക്കൂല, അപ്പം 5 കൊണ്ട് 1 പ്രാവശ്യം. ഒരു നമ്പറിന് 2 പ്രാവശ്യം വന്നിട്ടില്ല. അപ്പം ഈ മെത്തേഡിൽ ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 342ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ കാണിച്ച രീതി എല്ലായ്പ്പോഴും വിജയിക്കണം എന്നില്ല. അത് പെർഫെക്റ്റ് സ്ക്വയർസിന് മാത്രമേ സാധ്യമാവൂ, അല്ലാത്ത നമ്പേഴ്സിന് അത് സാധ്യമല്ല. ഇവിടെ ചെയ്യേണ്ടത്, വലത്തു നിന്ന് ഇടത്തോട്ട് 2 ഡിജിറ്റുകൾ ഒരു ഗ്രൂപ്പിൽ വരത്തക്കവണ്ണം ഗ്രൂപ്പാക്കുക. 1, 2 ഇതൊരു ഗ്രൂപ്പ്. ഇനി ഇവിടെ 2 എണ്ണം എടുക്കാനില്ല, 1 ഉള്ളൂ, അതുകൊണ്ട് അതങ്ങനെ നിന്നോട്ടെ. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ മുകളിലും എഴുതണം. അത് 2ഉം കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന നമ്പർ ഇതിന് ഈക്വലോ തൊട്ട് താഴെയോ ആയിരിക്കണം. ഉദാഹരണത്തിന് ഞാനിവിടെ 1 എഴുതിയാൽ ഇവിടെയും 1 എഴുതണം. 1 ഗുണം 1 1, 3ൻ്റെ താഴെ തന്നെയാണ്. ഇവിടെ 2 എഴുതിയാൽ മുകളിലും 2 എഴുതണം. 2 ഗുണം 2 4 ആയിപ്പോ, അത് 3നേക്കാൾ കൂടുതലാണ്. അപ്പം 2 പറ്റില്ല, അതുകൊണ്ട് 2 സ്ഥലത്ത് 1 എഴുതി. 1 ഗുണം 1 1, 3 മൈനസ് 1 2. ഇനി അടുത്ത ഗ്രൂപ്പിനെയാണ് താഴോട്ട് ഇറക്കേണ്ടത്. അടുത്ത ഗ്രൂപ്പിനെ താഴോട്ട് ഇറക്കി. ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പറിനെ ഡബിൾ ചെയ്ത് ഇവിടെ എഴുതുക. ഈ നമ്പർ എത്രയാ? 1. അതിനെ ഡബിൾ ചെയ്തപ്പോ 2. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എഴുതുന്ന ഡിജിറ്റ് ഇവിടെയും എഴുതണം. ആ ഡിജിറ്റും ഈ നമ്പരും കൂടി, അതോർക്കുക, 14 എന്ന് എഴുതുമ്പോൾ അതൊരു നമ്പറാണ്. ആ നമ്പറിലെ ഡിജിറ്റുകളാണ് 1, 4. 1 and 4 are digits of the number 40. അപ്പോൾ ഇവിടെ എഴുതുന്ന ഡിജിറ്റ്
അവിടെയും എഴുതണം. ആ ഡിജിറ്റും ഈ നമ്പരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പറിന് ഈക്വലോ തൊട്ട് താഴെ കിട്ടണം. ഞാനിവിടെ 1 എഴുതിയാൽ അവിടെ 1 എഴുതും. 1 ഗുണം 21 വളരെ കുറവായിപ്പോയി. ഞാനിവിടെ 5 എഴുതിയാൽ അവിടെയും 5 എഴുതണം. അപ്പം 5 ഗുണം 25 125 ആയുള്ളൂ. എൻ്റെ അടുത്തെത്തിയില്ല. ഞാനൊരു 7 ഇവിടെ എഴുതിയാൽ അവിടെയും 7 എഴുതും. അപ്പം 7 ഗുണം 27 അത് ഏകദേശം 200 അടുത്ത് എത്തുന്നുണ്ട്. ഇവിടെ ഞാൻ 8 എഴുതിയാൽ അവിടെയും 8 എഴുതണം. അപ്പം ഇവിടെ 28 എന്നാവും. മോളിലെ 8ഉം 28ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, 8 ഗുണം 8 64, ബാക്കി 6, 8 2 16 6 22 224 ഇതിൻ്റെ താഴെയാണ്. അപ്പം ഞാൻ ഇനി 8 കഴിഞ്ഞ് 9ൽ പോയാൽ ഇവിടെ 9 അവിടെ 9. അപ്പം 29 ഗുണം 9, കാരണം അവിടെ 9 ഇവിടെ 9. അപ്പം 29 ഗുണം 9 9 9s are 81, balance 8. 9 2s are 18 plus 8 26. അത് 242 കൂടുതലാണ്. ഇത് 242 കൂടുതലായതിനാൽ 9 എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെയും 8 എഴുതി, ഇവിടെയും 8 എഴുതി. എയ്റ്റ് ടൈംസ് 8 64, ബാലൻസ് 6. 8 ടൈംസ് 2 16 പ്ലസ് 6 22. ഒന്ന് ഇങ്ങോട്ട് എടുത്ത് 12. 12 മൈനസ് 4 8. 3 ആയി. 3 മൈനസ് 2 1. ഇനി താഴോട്ടിറക്കാൻ നമ്പറില്ല. നമ്മുടെ സ്ക്വയർ റൂട്ടിങ് തീർന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ കൊടുത്തിട്ട് ഇവിടെ 2 0 കൊടുക്കാം. 2 0 കൊടുക്കാം കേട്ടോ. സാറിന് ഡിവിഷനിൽ ഒരു 0 ആണ്, ബട്ട് ഇവിടെ 2 0 കൊടുക്കാം. ഇനി താഴോട്ടുള്ള നമ്പർ എഴുതേണ്ടത് 2 രീതിയിൽ നമുക്ക് ഓർക്കാം. ഒന്നുകിൽ 28 പ്ലസ് 8, അതായത് ദിസ് നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ്. 28 പ്ലസ് 8 36. അല്ലെങ്കിൽ മുകളിലത്തെ നമ്പർ 18 ഗുണം 2. 18 ഗുണം 2 36. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്തോളൂ. ഒന്നുകിൽ 28 പ്ലസ് 8 അല്ലെങ്കിൽ 18 ഗുണം 2. എനിക്കിഷ്ടം 28 പ്ലസ് 8 ചെയ്യാനാണ്, അതായത് നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ്. കാരണം താഴോട്ട് പോകും തോറും മോളത്തെ നമ്പർ വലുതായി വരും. വലിയ നമ്പറിനെ ഇരട്ടിക്കാനൊക്കെ ജോലി കൂടുതലാണ്. ബട്ട് നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ജോലി എളുപ്പമാണ്. ഇതിപ്പോൾ 1800. ഞാനിവിടെ ഒരു 1 കൊടുത്താൽ അവിടെ 1 കൊടുക്കണം അല്ലേ. അപ്പോൾ 1 ഗുണം 361 ഇതിനേക്കാൾ വളരെ കുറവാണ്. ഞാനൊരു 5 കൊടുത്താൽ അവിടെ 5 കൊടുക്കണം. 5 ഗുണം 365 എന്നാവും. നോക്കാം. 365 ഗുണം 5. 5 ഗുണം 5 25, ബാലൻസ് 2. 5 6 30 പ്ലസ് 2 32, ബാലൻസ് 3. 5 3s are 15 പ്ലസ് 3 18. 5 കൊടുത്തപ്പോൾ പ്രോഡക്റ്റ് 1800-നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 4 കൊടുക്കുന്നുള്ളൂ. 4 ഗുണം 4 16, ബാലൻസ് 1. 4 ഗുണം 6 24 പ്ലസ് 1 25, ബാലൻസ് 2. 4 ഗുണം 3 12 പ്ലസ് 2 14. 10 മൈനസ് 6 4. ഇത് 9 ആയി, കാരണം 1 അങ്ങോട്ട് പോയി. 9 മൈനസ് 5 4. ഇവിടുന്നാണ് 1 പോയത്. അപ്പോൾ 7. 7 മൈനസ് 4 3. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെസിമൽ ആയതുകൊണ്ട് വീണ്ടും 2 0 കൊടുക്കാം. ഇനി 364 പ്ലസ് 4 368. എങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടിയത്? നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ്. 364 പ്ലസ് 4 368. അല്ലെങ്കിൽ അതിനെ ഡബിൾ ചെയ്യുക. ഡെസിമൽ ഇഗ്നോർ ചെയ്തിട്ട് ഡബിൾ ചെയ്യാം. 184 ഗുണം 2 368 കിട്ടും. ഇതാണ് എളുപ്പം എന്നെനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്പറിനെ കുറിച്ച് മനസ്സിലൊരു ബോധം ഉണ്ടെങ്കിൽ സ്പീഡപ്പ് പോകുന്നുണ്ട്. ഇതിപ്പോൾ 34,400.
റൗണ്ട് ഫിഗർ മനസ്സിലോർക്ക് 34,000. ഇതിന് ഒരു 3,600 ഒരു 3,500 അടുത്ത് വരുന്നതായിട്ടൊക്കെ ആലോചിച്ചോ. ഞാനൊരു 6 ഇവിടെ കൊടുത്താൽ ഇത് 400 അടുത്താണ്. ഞാനിവിടെ 6 കൊടുത്താൽ ഇവിടെ 6 വരുമ്പോൾ തന്നെ 4,600. 4,000 അടുപ്പിച്ച് വരുമ്പോൾ തന്നെ 24,000 ഒക്കെ ആവുള്ളൂ. ഞാനൊരു 8 കൊടുക്കാൻ ആലോചിച്ചാൽ 3, 6, 8 കൊണ്ട് ഞാനൊരു 8 ഇവിടെ കൊടുക്കും, അവിടെയും 8 കൊടുക്കും. ഇങ്ങനെ മൾട്ടിപ്ലൈ നോക്കേണ്ടി വരും. 8 ഗുണം 8 64 ശിഷ്ടം 6. 8 ഗുണം 8 64 6 70 ശിഷ്ടം 7. 8 ഗുണം 6 56 7 63 ബാലൻസ് 6. 8 ഗുണം 3 24 6 30. 30,000 ഉള്ളൂ. ഇവിടെ 34,000 ഉണ്ട്. അപ്പം 9 വെച്ച് ചെയ്യാൻ നോക്കുകയാണ്. 368 ഇവിടെ ഉണ്ട്. ഞാൻ 9 കൊടുക്കുന്നു. 9 9s are 81. ബാലൻസ് 8. 9 8 72 പ്ലസ് 8 80 ബാലൻസ് 8. 9 6 54 പ്ലസ് 8 62 ബാലൻസ് 6. 9 3 is 27 പ്ലസ് 6 33. 34 താഴെ തന്നെയാണ്. അപ്പം ഞാൻ 9 കൊടുക്കുന്നു. നമുക്ക് കിട്ടി 33 201. ഇവിടെ കിട്ടിയ ഈ നമ്പറാണ് സ്ക്വയർ റൂട്ട്. ഇതിവിടെ ഡിവിഷൻ അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതൊരു അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. ഇനി വേണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ റിമൈൻഡർ ഇറക്കിയിട്ട് 2 0 കൊടുത്ത് ഈ 3689 പ്ലസ് 9 താഴെ എഴുതി ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം വേണോ നിങ്ങൾക്ക് ആവർത്തിക്കാം. അങ്ങനെ എത്ര ഡിജിറ്റ് വേണോ കണ്ടുപിടിക്കാം. ഈ മെത്തേഡ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷ സമയത്ത് ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നാൽ 10ാം ക്ലാസ്സിലുള്ള ക്ലാസ്സുകളിൽ കാൽക്കുലേറ്റർ അനുവദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്യേ വഴിയുള്ളൂ. ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി മറ്റൊരു നമ്പർ നമുക്ക് നോക്കാം. 41209 വരച്ചു. 1 2 ഗ്രൂപ്പാക്കുകയാണ്. 1 2 ഗ്രൂപ്പാക്കി. ഇവിടെ ഞാൻ 3 എഴുതിയാൽ അവിടെ 3 എഴുതേണ്ടി വരും. 3 ഗുണം 3 9 4നേക്കാൾ കൂടുതലായി പോകും. അതുകൊണ്ട് 2 തന്നെ എഴുതുന്നു. 2 ഗുണം 2 4 ബാലൻസ് ഇല്ല, 0 ആണ്. അടുത്ത 12 എന്ന അടുത്ത ഗ്രൂപ്പിനെ താഴെ ഇറക്കി. ഇനി മുകളിലത്തെ നമ്പറായ 2 × 2 4 അല്ലെങ്കിൽ ദിസ് നമ്പർ 2 + 2 4. ഇവിടെയാണ് ഒരു വലിയ തടസ്സം നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ ഞാൻ 1 എഴുതിയാൽ പോലും അവിടെ 1 എഴുതുമ്പോൾ 1 ഗുണം 41 അത് 12നേക്കാൾ വലിയ നമ്പർ വരും. അപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പം എന്താ ചെയ്യുക? അടുത്ത ഗ്രൂപ്പിനെ കൂടി താഴോട്ട് ഇറക്കണം. ബട്ട് അടുത്ത ഗ്രൂപ്പ് കൂടെ താഴോട്ട് ഇറക്കുമ്പോൾ മുകളിലും ഈ ഭാഗത്തും ഒരു 0 കൊടുക്കാൻ മറക്കരുത്. അവിടെയും 0 കൊടുക്കണം, ഇവിടെയും 0 കൊടുക്കണം. പിന്നെ ഈ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ 0 ടീച്ചർ മാർജിനിൽ ഇട്ട് തരും. അങ്ങനെ മാർജിനിൽ 0 കിട്ടണോ വേണ്ടെന്ന് ആലോചിക്കും. അപ്പോൾ ഇവിടെ 40 അവിടെ 0. ഇനി ഇവിടെ എഴുതുന്ന ഡിജിറ്റ് അവിടെയും എഴുതണം. ആ ഡിജിറ്റും ഈ നമ്പറും കൂടെ ഗുണിച്ച് നോക്കുമ്പോൾ ഇത് കിട്ടണം. ഞാനിവിടെ 3 എഴുതുന്നു, അവിടെയും 3 എഴുതുന്നു. 3 ഗുണം 3 9, 3 ഗുണം 0 0, 3 ഗുണം 4 12. റിമൈൻഡർ 0 ആയതുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് ഇവിടെ അവസാനിച്ചു. ആൻഡ് നൗ ദ സ്ക്വയർ റൂട്ട് ഈസ് 203. അപ്പം ഇങ്ങനെ നമ്മളായിട്ട് ഇടയ്ക്ക് 0 കൊടുക്കേണ്ടി വരുന്ന കേസുകളുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഞാൻ മനഃപൂർവ്വം ഈ നമ്പർ എടുത്തത്. ഇനി നമ്പർ ഡെസിമൽ നമ്പർ ഇവിടെ ഉള്ളതാണെങ്കിലോ എന്ത് ചെയ്യണം? ഞാൻ എഴുതുന്ന ഒരു നമ്പർ 5.456 റൂട്ട് കണ്ടുപിടിക്കണം. ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, ഡെസിമലിന് ശേഷം
നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈവൻ ആയിരിക്കണം. 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8. ഇവിടെ ഇപ്പോൾ 1, 2, 3 വന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 0 കൂടി കൊടുത്ത് 4 ആക്കി. അല്ലെങ്കിൽ നമ്മൾ 2 വീതം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ ഡെസിമൽ നമ്പറും ഡെസിമൽ ഇല്ലാത്ത നമ്പരും കൂടെ ഒരു ഗ്രൂപ്പിൽ കയറി വരും. അത് ഒഴിവാക്കാൻ ഒരു 0 കൊടുത്തു. ഇനി ഈ ഡെസിമലിനെ കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നമുക്ക് ജോലി തുടങ്ങാം. ഗ്രൂപ്പ് ചെയ്യാണ് 1 2 1 2 5 ഇവിടെ വെച്ച്. ഇവിടെ 2 എഴുതി, ഇവിടെ 2 എഴുതി. 2 times 2 4, ബാലൻസ് 1. ഞാനവിടെ 3 എഴുതിയാൽ ഇവിടെ 3 എഴുതേണ്ടി വരും. അത് 9 ഇതിനെക്കാട്ടി വലുതായി പോകും. അതുകൊണ്ടാണ് 2. ഇനി അടുത്ത ഗ്രൂപ്പ് അത് ഡെസിമലിൽ പെട്ടതാണ്. 45 താഴോട്ട് ഇറക്കി. ഇവിടെ ഡെസിമൽ ഒന്നും ഇടണേ കേട്ടോ, ബട്ട് ഇവിടെ ഒരു ഡെസിമൽ ഇട്ടയക്കുക. ഇനി നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 2 + 2 4. ഞാനിവിടെ ഒരു 4 കൊടുത്താൽ അവിടെ 4 കൊടുക്കേണ്ടി വരും. 4 × 44. 4 × 40 തന്നെ 160. അത് ഇതിൽ കൂടുതലാണ്. അപ്പം 4 പറ്റില്ല. അതുകൊണ്ട് 3 നിർത്താം. 3 3s are 9, 3 4s are 12. 15 - 9 6, 3 - 2 1. അടുത്ത 60 ഗ്രൂപ്പ് താഴെ ഇറക്കി. നമ്പർ പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 43 + 3 46. ഇനി ഇവിടെ എഴുതുന്ന ഡിജിറ്റ് അവിടെ എഴുതണം. ആ ഡിജിറ്റും ഈ നമ്പറും കൂടെ ഗുണിക്കുമ്പോൾ ഇതിന് താഴെയോ കിട്ടണം. ഞാനൊരു 5 ഇട്ടാൽ അത് കൂടിപ്പോവും. 4 ഇട്ടാലും 4 × 400 തന്നെ 1600 വരും. അപ്പോൾ ഇതിനെക്കാട്ടി കൂടിപ്പോവും. അപ്പോൾ ഒരു 3 കൂടുതൽ പറ്റില്ല. അപ്പോൾ രണ്ടിടത്ത് 3 കൊടുത്തു. 3 × 3 9, 3 × 6 18, 3 × 4 12, 1 13. 10 - 9 1. ഇത് 5 ആയി. ഇവിടുന്ന് 1 എടുത്ത് 15 - 8 7, 5 - 3 2. നമ്മുടെ ഡിവിഷൻ അവസാനിച്ചില്ല. ഇനി ഇറക്കാൻ ഗ്രൂപ്പില്ല. അപ്പോൾ ഡെസിമൽ ആയതുകൊണ്ട് വെറുതെ 2 0 കൊടുക്കാം. ഇനി 463 + 3 466. അവിടെ 27,000 മുകളിലാണ് നമ്പർ. ഓർത്തോളണം. ഞാനിവിടെ ഒരു 5 കൊടുത്താൽ അവിടെയും 5 കൊടുക്കും. 5 × 4000 മുകളിലുള്ള നമ്പർ. 5 × 4 20,000 വരും. അപ്പൊ നോക്കാം. 5 5 5 5 25, ബാലൻസ് 2 5 6 30 + 2 32, ബാലൻസ് 3 5 6 30 + 3 33, ബാലൻസ് 3 5 4 3 + 3 20 + 3 23. 23 ഉള്ളൂ. അപ്പോൾ 6 കൊടുത്താൽ ഇവിടെ 6 കൊടുക്കുമ്പം 4666. മുകളിലും 6 കൊടുക്കും. 6 6 36, ബാലൻസ് 3 6 36 + 3 39, ബാലൻസ് 3 6 6 36 + 3 39, ബാലൻസ് 3 6 4 24 + 3 27. ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ 6 പറ്റില്ല. അതുകൊണ്ട് 5-ൽ നിർത്തി. 2 3 3 2 5. ഇപ്പം നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് സ്ക്വയർ റൂട്ട് കിട്ടി. ഇവിടെ അവസാനിച്ചിട്ടില്ല ഡിവിഷൻ. റിമൈൻഡർ 0 എത്തിയിട്ടില്ലെങ്കിൽ ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം അപ്രോക്സിമേറ്റ് ആണ്. അപ്പം നമുക്ക് എഴുതാം. √5.4560 ഈസ് അപ്രോക്സിമേറ്റ്ലി, അതിൻ്റെ സിമ്പലാണിത്, 2.335. ചില കണക്കുകളിൽ 2 ഡിജിറ്റായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ 3 ഡിജിറ്റ് കാണണം. എന്നിട്ട് മൂന്നാമത്തെ ഡിജിറ്റ് 5 5 കൂടുതലോ ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റിൽ ഒന്ന്, ഡെസിമലിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്, മൂന്നാമത്തെ ഡിജിറ്റ് 5 5 കൂടുതലോ ആണെങ്കിൽ രണ്ടാമത്തെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ 2.34
ഇവിടെ ഒന്ന് ആഡ് ചെയ്തു, ബാക്കി നെഗ്ലക്റ്റ് ചെയ്യുക. ഇനി ഇത് 5 കുറവാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട, 2.33 തരിയാൽ മതിയാവും. ഇങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. എന്താ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? നിങ്ങൾ മനസ്സിൽ തോന്നുന്ന നമ്പറൊക്കെ എടുത്ത് എഴുതി സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് നോക്കൂ. ഇതൊരു 10-12 കണക്കുകൾ നിങ്ങൾ ചെയ്ത് ശീലിക്കൂ. അപ്പം നല്ലൊരു അടിത്തറ കിട്ടും. എത്രത്തോളം കൂടുതൽ കണക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളെ സ്പീഡ് കൂടും. കാരണം ഇതൊക്കെ ഒരു സ്കില്ലാണ്. എത്ര വേഗം നിങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതല്ലേ? ഒരു 2 മിനിറ്റിനകത്ത് ഇത് ചെയ്തു തരാനുള്ള സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ പ്രാക്ടീസ് ചെയ്യും. എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓൾ ദ ബെസ്റ്റ്.